സംസ്ഥാന സർക്കാർ നവകേരളം എന്ന പേരിൽ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതി അട്ടിമറിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. മാലിന്യ സംഭരണ കേന്ദ്രങ്ങൾ പരിശോധിച്ച ശേഷം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദേശീയ ഹരിത ട്രിബ്യൂണലിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സർക്കാരിന്റെ കള്ളക്കളി പുറത്തുവന്നത്. സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണത്തിന് സമഗ്ര പദ്ധതികൾ തയ്യാറാക്കാനായി 2023 ജൂലൈയിലാണ് മാലിന്യമുക്തം നവകേരള പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. കേന്ദ്ര ധനകമ്മീഷന്റെ വിഹിതം ഉൾപ്പെടെയുള്ള ധനസ്രോതസ്സുകൾ കണ്ടെത്തിയായിരുന്നു വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലും സർക്കാർ നവകേരളം പദ്ധതി ആരംഭിച്ചത്. എന്നാൽ ഉത്തരവല്ലാതെ പദ്ധതികളൊന്നും മുന്നോട്ടു പോയില്ല. സംസ്കരണ കേന്ദ്രങ്ങളിൽ ആശുപത്രി മാലിന്യങ്ങൾ കുന്നുകൂടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ രൂപീകരിച്ച ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഖരമാലിന്യത്തിന്റെ 30% മാത്രമേ സംഭരിക്കുന്നുള്ളൂ. ആശുപത്രി മാലിന്യത്തിനും സംസ്കരണത്തിനും പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളാണ് ഇവ കൈകാര്യം ചെയ്യുന്നത്. അതിർത്തി കടന്നുള്ള മാലിന്യം നിരീക്ഷിക്കാൻ കേരളവും തമിഴ്നാടും സംയുക്തമായി രൂപീകരിച്ച ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട രീതിയിലല്ല. സംസ്ഥാനത്തെ മാലിന്യമുക്തം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറാക്കണമെന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും നിർദ്ദേശിക്കുന്നുണ്ട്. കേന്ദ്രം നടത്തിയ പഠന റിപ്പോർട്ടിൽ ഗുരുതര മാലിന്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം.